ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് പാൽ കുഴക്കട്ടയുടെ റെസിപ്പിയാണ്. ഇതൊരു സ്പെഷ്യൽ പാൽ കുഴക്കട്ടയാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ അമ്മച്ചിയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ ഇത് അമ്മച്ചി ഉണ്ടാക്കിയത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഞങ്ങളുടെ. അപ്പോൾ ഞാനിത് ഇങ്ങനെ വീഡിയോ എടുത്തത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണിത്. അപ്പോൾ നമുക്കിത് കണ്ടു നോക്കാം. ഇത് റോസ്റ്റഡ് അരിപ്പൊടിയിലാണ് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും ഇട്ട് ചൂടുവെള്ളത്തിൽ കുഴച്ച് വയ്ക്കുക. അത് കഴിഞ്ഞ് കുറച്ച് നാളികേരവും ശർക്കരയുമാണ് ഇതെടുത്തിരിക്കുന്നത്. അതും നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. പിന്നെ ഞാനിവിടെ ഒരു പാക്കറ്റ് പശുവും പാലിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് അതിലേക്ക് ഉപ്പും പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ വയ്ക്കുക. കുക്കറിലാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരത്തെ വെച്ച മാവില്ലേ, അത് നന്നായിട്ട് കുഴച്ചെടുക്കുക. അത് കഴിഞ്ഞ് ഇതുപോലെ ഉരുളകളായിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ അകത്താണ് ഫില്ല് ചെയ്യുന്നത്. ഈ ശർക്കരയും തേങ്ങാപ്പീരയും ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ മാവ് ഇതുപോലെ അങ്ങ് പരത്തിയെടുക്കണം കേട്ടോ. ഇങ്ങനെ ഇതുപോലെ കണ്ട ഉള്ളിലോട്ട് ഇങ്ങനെ കുഴിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിട്ട് നമ്മളിത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്യാപ്പ് ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ശർക്കര വെളിയിലോട്ട് ആവും. അതുകൊണ്ട് ഒത്തിരി അങ്ങ് ഫില്ല് ചെയ്യേണ്ട, കണ്ടത് ഇത്രയും മതി. അത് കഴിഞ്ഞ് ഇതുപോലെ അങ്ങ് എല്ലാ ഭാഗവും ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് പിന്നെ അത് ഉരുളയാക്കി എടുക്കണം. ഇതേപോലെ ചെയ്യണം. ഇതിപ്പോൾ അമ്മച്ചി ചെയ്ത് കാണിക്കും തന്നെ എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അതൊക്കെ കണ്ട ഇതെല്ലാം അങ്ങ് നല്ലപോലെ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ഹോളുണ്ടെങ്കിൽ അതിലേക്കൂടെ ശർക്കര ഇറങ്ങും. അതുകൊണ്ടാണ് ഇങ്ങനെ നല്ലപോലെ അതങ്ങ് കുഴച്ചെടുക്കുക. ഇതേപോലെ ഇരിക്കണം കേട്ടോ. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഞാനൊന്ന് റെഡിയാക്കിയിട്ട് കാണിക്കാം. ഇത് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഈ കുഴക്കട്ട. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ അമ്മച്ചി രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന് പറയുമ്പോൾ ആദ്യം പറയുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പേര് ഇതാണ്, കുഴക്കട്ട വേണമെന്ന്. വെള്ളത്തിലിട്ട കുഴക്കട്ട എന്ന് ഞങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ പാലിലാട്ടോ ഇതിങ്ങനെ വേവിച്ചെടുക്കുന്നത്. കുക്കറിൽ പാലൊക്കെ ഒഴിച്ചതിൻ്റെ തിളച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ കുഴക്കട്ടയെല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതെല്ലാം കുഴക്കട്ടയും ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിപ്പം മാവ് നേരത്തെ മിക്സ് ചെയ്തില്ലേ, അപ്പോൾ അതിൻ്റെ അകത്ത് ഇച്ചിരി വെള്ളവും കൂടെ കലക്കിയാണ് ഞാനിത് ഒഴിച്ചിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെയിറ്റ് ഇടുക. ഇതിപ്പോൾ വിസിൽ വെച്ചതിന് ശേഷം നമുക്കിത് ആദ്യം ഒരു ഹൈ ഫ്ലെയിം ഇടുക. അപ്പോൾ വിസിൽ ചീറ്റുന്ന ടൈം ആകുമ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. പക്ഷേ ഇത് വിസിൽ ചീറ്റാൻ പാടില്ല കേട്ടോ. അതിന് മുന്നേ തന്നെ ഇത് ഓഫ് ചെയ്യണം. അപ്പോൾ ഇത് വിസിൽ ചീറ്റാൻ പോകുന്നതിൻ്റെ ആ ടൈമാണ്. അപ്പോൾ ഇത് നമ്മളിനി ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടുണ്ട്. ഇനി ഇത് വിസിൽ ചീറ്റുന്ന മുമ്പ് നമുക്കതങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുഴക്കട്ട റെഡിയായി കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ, സി യു.